ഹംപി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ചരിത്രം വലിയ കാര്യമായിട്ട് പറയാനൊന്നും അറിയില്ല. ജസ്റ്റ് ഇവിടെ കാണുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഗോപുരമാണ് കേട്ടോ അവിടെ അമ്പലത്തിനകത്ത് തല കീഴായിട്ട് കാണുന്നത്. എനിക്കത് എങ്ങനെയാണെന്നുള്ള മനസ്സിലായിട്ടില്ല. രണ്ട് വശത്തായിട്ട് ആനകളുടെ ഈ ഭാഗത്തൊക്കെ കരിങ്കല്ലാണ്, പക്ഷെ മുകളിൽ ഇഷ്ടിക വെച്ചിട്ടാണ് പണിതിരിക്കുന്നത്. അതാണ് അമ്പലത്തിന്റെ ഗോപുരം. അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങണം. ഇത് തന്നെ നന്ദി വിഗ്രഹം ഇതാണ്. ചിലപ്പോൾ ദ്വാരപാലകരായിരിക്കും. ശരിക്കും ഞാൻ വന്ന വഴി ആ വഴിയാണ്. ശരിക്കും അത് ഇങ്ങോട്ട് വരുന്ന വഴിയല്ല. ശരിക്കും വരേണ്ട ആദ്യത്തെ കവാടം ഇതാണ് രണ്ടാമത്തെ അമ്പലത്തിൻ്റെ കവാടം. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഹംപി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പണ്ട് PSC പഠിക്കുന്ന കാലം മുതൽ തന്നെ കേട്ടു തുടങ്ങിയൊരു സ്ഥലമാണ് ഹംപി. വിജയനഗര സാമ്രാജ്യം. അന്ന് ഹംപിനെ കുറിച്ച് കുറേ പഠിച്ചിട്ടുണ്ടായിരുന്നു, കുറേ ഓർമ്മകളുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ വലിയ ഓർമ്മകളൊന്നുമില്ല. അപ്പം അന്ന് മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു ഹംപി കാണണം എന്നുള്ളത്. പിന്നെ നമ്മുടെ ആനന്ദം സിനിമ റിലീസായപ്പോൾ ഒരുപാട് വ്ളോഗേഴ്സ് ഇങ്ങോട്ട് വന്നിട്ട് കുറേ വ്ളോഗ് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് വരണം എന്നൊക്കെ. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് ഇങ്ങോട്ട് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഞാൻ ഈ യാത്ര തുടങ്ങുന്നത് കോപ്പൽ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. കോപ്പലിൽ നിന്ന് ഹോസ്പേട്ടയ്ക്ക് ട്രെയിൻ കയറി പിന്നെ ഹോസ്പേട്ടിൽ നിന്ന് ഹംപിയിലേക്ക് ബസ് മാർഗം പോവാനുണ്ടായത്. ട്രെയിൻ ടിക്കറ്റായിട്ട് എനിക്ക് 10 രൂപയും ബസ് ടിക്കറ്റ് 20 രൂപയാണ് വന്നത്. ഇതിവിടെ ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രമാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ മുകളിലൊക്കെ ഇഷ്ടിക വെച്ചിട്ട് പണിതിട്ടുള്ളതാണ് കേട്ടോ. അടിയിൽ കരിങ്കല്ലൊക്കെയാണ്. എന്തായാലും അങ്ങോട്ട് അടുത്ത് ചെന്നിട്ട് കാണാം. വലിയൊരു ശിവലിംഗമാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അതിൻ്റെ മേൽക്കൂര ഓപ്പണാണ്. അതിൽ കൂടെ വെള്ളം വന്നിട്ട് താഴെ വെള്ളം വന്ന് കിടക്കുന്നുണ്ട്. ഈ ഒരു അമ്പലത്തിൻ്റെ ഉള്ളിൽ ശിവലിംഗമാണ് കണ്ടത്. തൊട്ടപ്പുറത്താണ് ലക്ഷ്മി നരസിംഹസ്വാമി ആയിരിക്കണം. ആഹാ, എൻ്റെ അമ്മ. ഇത് വിഗ്രഹം നല്ല രീതിയിൽ കൊത്തുപണിയൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഒറ്റക്കല്ല് വിഗ്രഹമാണെന്ന് തോന്നുന്നു, അറിയില്ല. പക്ഷെ ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. ഇത്രയും വലിയൊരു ശില്പം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കുറേ പേരൊക്കെ ഇവിടെ വന്നിട്ട് പൈസ ഒക്കെ അമ്പലത്തിനകത്തേക്ക് എറിഞ്ഞു കൊടുക്കുന്നൊക്കെ ഉണ്ട്. ഞാൻ ബസ്സിൽ വരുമ്പോൾ ഇതേപോലെ ഇങ്ങനെ 2-3 വിശ്രമ കേന്ദ്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഈ ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ കൂടി ഇങ്ങോട്ടാണ് വന്നത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നോ എൻട്രി ഫോർ ഹെവി വെഹിക്കിൾസ്. ഇതതിൻ്റെ ഒരു എൻട്രി ആണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കടന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ ഏത് ഭാഗത്തും ഇങ്ങനെ വിശ്രമ കേന്ദ്രങ്ങൾ ഇങ്ങനെ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ചൂളക്കട്ടകൾ വെച്ചിട്ടാണ് ഇതൊക്കെ പണിത് വെച്ചിരിക്കുന്നത്. ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നത്. ഞാനിപ്പോൾ കയറി വന്നിട്ടുള്ള വഴിയാണ്. ഇതൊരു കവാടം പോലെയല്ലേ. 1000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു സാമ്രാജ്യം ഉണ്ടായിരുന്നു. നമ്മൾ ബാഹുബലി സിനിമയിലൊക്കെ കണ്ടിരുന്ന പോലെ അതിൻ്റെ ഒരു കവാടമായിരിക്കണം. കയറി വരുമ്പോൾ തന്നെ ആദ്യമായിട്ട് കാണാൻ പറ്റുന്നത് ഇങ്ങനൊരു അമ്പലം പോലെയാണ്. ഇത് അമ്പലമാണ് എന്താണെന്ന് അറിയില്ല. മുന്നിൽ ചെറിയൊരു മണ്ഡപം പോലെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് എന്തായാലും കയറി നോക്കണം. ഒരു സൂചനാ ബോർഡ് എഴുതിയിട്ടുണ്ട്. അതിൽ കൃഷ്ണ ടെമ്പിൾ എന്ന് കാണിച്ചിട്ടുണ്ട്. എന്തായാലും ഇനി അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറി നോക്കാം. ഇതിൻ്റെ ഫ്രണ്ട് വശം ഈ ഭാഗത്തൊക്കെ കരിങ്കല്ലാണ്, പക്ഷെ മുകളിൽ ഇഷ്ടിക വെച്ചിട്ടാണ് പണിതിരിക്കുന്നത്. അതൊക്കെ പൊളിഞ്ഞു പോയി തുടങ്ങി. ഇവിടെ എന്താ മെയിൻ്റനൻസ് പണി നടക്കണമെന്ന് തോന്നുന്നു. സ്കാഫുകളിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ചെരുപ്പിടാൻ പാടില്ല കേട്ടോ. ഇവിടെ ചെരുപ്പുകളൊക്കെ ഊരി വെക്കണം. ബോർഡുകളൊന്നുമില്ല, പക്ഷേ എന്നാലും ഒരു മര്യാദ. അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് കയറി വരുമ്പോൾ ഇങ്ങനെയാണ്. ഇതിൻ്റെ ഇടത് വശത്തേക്ക് കൂടെയാണ് അങ്ങോട്ട് കയറാനുള്ള ഒരു വഴി എന്ന് തോന്നുന്നു. ആൾക്കാർ കയറുന്നത് അങ്ങനെയാണ്. ചവിട്ടുപടിയുടെ 2 വശത്തായിട്ട് ആനകളുടെ പ്രതിമ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ തുമ്പിക്കൈയൊക്കെ പൊട്ടി പോയിട്ടുണ്ട്. ആൾക്കാർ പിടിച്ച് വലിച്ചിട്ടായിരിക്കണം. ഒരു ജീവനുള്ളൊരു നായക്കുട്ടി അവിടെ നിൽക്കുന്നുണ്ട്. കൊള്ളാം. അതിൻ്റെ അകത്തേക്കൊന്ന് കയറിയാലോ. കൊള്ളാം. തോടിൻ്റെ മീതെ ചിത്രപ്പണികളൊക്കെ ഉണ്ട്. ഇവിടെ അമ്പലം പ്രവർത്തിക്കുന്നില്ലെന്ന് തോന്നുന്നു. ഇതാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ശ്രീകോവില്. പക്ഷെ ഇവിടുന്ന് വിഗ്രഹമൊക്കെ കൊണ്ടുപോയി തോന്നുന്നു. ഒന്നുമില്ല. ഇത് പണ്ട് പൂജകളൊക്കെ ഉണ്ടായിരുന്ന അമ്പലം തന്നെയാണ്. പക്ഷെ ഇവിടുന്ന് വിഗ്രഹങ്ങളൊക്കെ കൊണ്ടുപോയി പൂജയും ആരാധനയും ഇല്ലാതായിരിക്കുന്നു. അമ്പലത്തിൻ്റെ ചുറ്റുമതിലൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ഇത്രയും നല്ലൊരു അമ്പലം എന്തിനായിരിക്കും അവർ ഉപേക്ഷിച്ച് പോയിണ്ടാവുക? ഇതൊക്കെ കരിങ്കല്ല് പാകിയതാണ് നിലത്തൊക്കെ. അമ്പലത്തിൻ്റെ ഗോപുരം വരെ ഇടിഞ്ഞു പൊളിഞ്ഞ് പോയിട്ടുണ്ട്. അമ്പലത്തിനൊന്ന് വലം വയ്ക്കാം. 11:15. നല്ല വെയിൽ, കാലൊക്കെ പൊള്ളുന്നു.
ഇപ്പോൾ ഇതൊക്കെ എന്താ പറയുക, ആളൊഴിഞ്ഞ് ആകെ ഇതായിട്ട് കിടക്കുന്നതാണ്. പക്ഷെ ഒരു 1000 കൊല്ലം മുമ്പ് നല്ലൊരു അടിപൊളി സ്ഥലമായിരുന്നു അത്ര. എനിക്കങ്ങനെ ചരിത്രം വലിയ കാര്യമായിട്ട് പറയാനൊന്നും അറിയില്ല. ജസ്റ്റ് ഇവിടെ കാണുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ചരിത്രം അറിയില്ല എന്നുള്ളത്, അല്ലെങ്കിൽ എനിക്ക് ചരിത്രം പറയാനറിയില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ഒരു 10 കൊല്ലം മുമ്പ് തഞ്ചാവൂർ അമ്പലത്തിലേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചരിത്രം അറിയില്ലെങ്കിൽ അങ്ങനെ പറയാൻ നിൽക്കണ്ട, പറ്റാവുന്ന പണിക്ക് നിന്നാൽ പോരെ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നല്ല രീതിയിൽ ചരിത്രം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് നല്ലൊരു കഴിവ് തന്നെയാണ്. നമുക്കതില്ലാതെ പോയി എന്താ ചെയ്യുക. അപ്പോൾ ഇവിടെ കാണുന്ന കാര്യങ്ങളൊന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരാം. കുറച്ച് പിള്ളേരൊക്കെ വന്നിട്ട് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നുണ്ട്. ഇവിടെ വേറൊരു വലിയ ശ്രീകോവിലുണ്ട് കേട്ടോ. പൂജകളൊക്കെ നടന്നുണ്ടായിരുന്നത് തന്നെ ആയിരിക്കണം. ഒരു ചെറിയൊരു ശിവലിംഗം ഇതിൻ്റെ അകത്തിരിക്കുന്നുണ്ട്. എന്തൊരു നല്ല നിർമ്മിതിയാണെന്ന് നോക്കും. ഇത് പണ്ട് കാലത്തെ രാജാക്കന്മാർ അവിടുത്തെ പ്രഗത്ഭരായ പണിക്കാരെ കൊണ്ട് പണിയിപ്പിച്ചാണ്. പക്ഷെ അനാഥമായിപ്പോയി. ഇവിടെ ഹംപിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഹംപി വ്ളോഗൊക്കെ വേറെ ആൾക്കാരുടെ കാണണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പിന്നെ വേണ്ട, മുൻകൂട്ടി അങ്ങനെ വല്ലാതെ അറിഞ്ഞിട്ട് പോകണ്ട. നമ്മൾ പിന്നെ വേറെ കുറച്ച് വ്ളോഗുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാലും ഇങ്ങനെ പോകുന്നതാണ് ഒരു രസം. പണ്ട് കാലത്തെ ഇവരുടെ എന്താ പറയുക, അവരുടെ അച്ചീവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ തോന്നുന്നു ഇവിടെ ഇങ്ങനെ കന്നഡയിലാന്ന് തോന്നുന്നു എഴുതി വെച്ചിട്ടുണ്ട്. കല്ലിലാണ്, കല്ലിൽ കൊത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലം അങ്ങനെ നിൽക്കും. എന്താ രാജാക്കന്മാരുടെ കാലത്തുള്ളൊരു പരിപാടിയാണ് അവരുടെ അച്ചീവ്മെൻറ്റ്സൊക്കെ ഇങ്ങനെ ആക്കി വയ്ക്കുന്നത്. അങ്ങനെ കൃഷ്ണനില്ലാത്ത കൃഷ്ണക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരിക. അമ്പലത്തിൻ്റെ മുന്നിലോട്ടുള്ള കാഴ്ചകൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. തൊട്ടപ്പുറത്തുപ്പുറത്തൊക്കെ വലിയ പാറക്കൂട്ടങ്ങളാണ്. ഇത് എങ്ങനെയാണ് വഴി പോകുന്നത്. ഇതിങ്ങനെ ഒരു ഗോപുരം കണ്ടോ, അല്ല മണ്ഡപം, അതേപോലെ 2-3 മണ്ഡപങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെയുള്ള ആളുകൾക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം. അമ്പലത്തിൻ്റെ മുന്നിലേക്ക് ഒരു താഴ്ച ഭാഗമാണ്. അവിടേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെ കുറച്ച് ഭാഗങ്ങൾ കാണാം. ഇത് പണ്ട് കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നൊരു മാർക്കറ്റാണെന്നാണ് പറയുന്നത്. ഈ ഒരു വിവരം കിട്ടിയത് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സഫാരി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാനലിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഇവിടെ വന്നിട്ട് നല്ല വിശുദ്ധമായിട്ട് വീഡിയോ ഇട്ടുണ്ടല്ലോ, അതിൽ കുറേ വിവരണങ്ങളുണ്ട്. അതിൽ നിന്നാണ് മനസ്സിലായത് ഇത് പണ്ട് കാലത്ത് ഒരു മാർക്കറ്റായിരുന്നു എന്നുള്ളത്. ഇപ്പോഴും ഇവിടെ എന്തൊക്കെയോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. കുതിരേനൊക്കെ അല്ല കാളേനൊക്കെ കെട്ടി വെച്ചിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഓടിച്ചിട്ട് അടിക്കുമോ എന്നറിയില്ല. ഇങ്ങനെയാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കൃഷ്ണനില്ലാത്ത ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്ന് വരുന്നു എന്നുള്ളത്. ഇവിടെ അമ്പലത്തിലെ വിഗ്രഹം പൂജയും കാര്യങ്ങളൊന്നുമില്ല. ശ്രീകൃഷ്ണ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. കരിങ്കല്ലിൻ്റെ ഉള്ളിലൊക്കെ ഇഷ്ടികയുണ്ട്, പുറംഭാഗം മാത്രമേ ഉള്ളൂ കരിങ്കല്ല്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ, ഈ ഒരു സ്ഥലം ഒരു 1000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ രാജഭരണമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഫുള്ള് പാട്ട് കൂത്ത്, പിന്നെ അതുപോലെ ആൾക്കാർ, കച്ചവടക്കാർ, എന്തൊരു രസമായിരിക്കും അല്ലേ. ഇവിടെ നാടോടികളൊക്കെ വന്നിട്ട് വീടൊക്കെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ കന്നുകാലിനൊക്കെ ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നുണ്ട്. ഒരു സൂചന ബോർഡുണ്ട്, വിരൂപാക്ഷ ടെമ്പിൾ അങ്ങോട്ടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങോട്ടൊന്ന് പോവാം. വേറൊരു ബോർഡ് കണ്ട്, വിരൂപാക്ഷ ടെമ്പിൾ നേരെ ഒരു ഹേമകുട്ട ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസ് അങ്ങോട്ട്, ശശി കേവകലു ഗണേശ അങ്ങോട്ട്, ഇങ്ങോട്ട് പോവാം. ഇവിടെ കാളയുടെ മീതൊക്കെ മറ്റേ നിറങ്ങളൊക്കെ വെച്ചിരിക്കുന്നു. ഇവിടെ എന്താ ആഘോഷം നടക്കുന്നുണ്ടോ? ഇവിടെ വലിയൊരു ഉത്സവത്തിൻ്റെ ഒരു അന്തരീക്ഷം പോലെയാണ്. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ കന്നുകാലികൾ, പിന്നെ അതേപോലെ തന്നെ കൊട്ടും പാട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ഒരു സംഭവമാണ്. ഇവിടെ എന്നും ആഘോഷം തന്നെയാണെന്ന് തോന്നുന്നു. ഇതിങ്ങനെ സ്ഥിരമായിട്ട് ഇവിടെ എങ്ങനെയാണോന്ന് അറിയില്ല. അത് ഈ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് വന്നതാണോന്ന് അറിയില്ല. പണ്ട് ഇവിടെ പുരാതനമായി ഉണ്ടാക്കിയ മറ്റേ പടവുകൾ, എന്താ മണ്ഡപങ്ങൾ, ഇതിലെല്ലാം ആൾക്കാർ വീട് വെച്ച് താമസിക്കുകയാണ്, കുടുംബം കുട്ടികളൊക്കെ ആയിട്ട്. അത് ഭയങ്കര രസമാണ് കേട്ടോ. അല്ലാതെ ഇതിങ്ങനെ വെറുതെ ഇട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല, ആർക്കെങ്കിലും ഉപകാരമാവണ്ടേ. പണ്ട് കാലത്ത് ഇതേപോലെ ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പണിതായിരിക്കണം, അന്നത്തെ പണിക്കാർക്കൊക്കെ ആയിട്ട്. പഴയ ഒരു സാമ്രാജ്യത്തിൻ്റെ എന്താ പറയുക അവശേഷിപ്പുകൾ അത് മാത്രമാണുള്ളത്. ഇപ്പോൾ ഇവിടെ ആൾക്കാർ ഇതൊക്കെ കൈയടക്കി വെച്ചിരിക്കുന്നു. ഇതൊരു ഗണപതി അമ്പലമാണ്. ഗണപതിയുടെ വലിയൊരു വിഗ്രഹമുണ്ട്, പക്ഷെ പൂജയും കാര്യങ്ങളൊന്നുമില്ല.
ഇതിന്റെ ഫ്രണ്ടിലൊക്കെ ആൾക്കാർ ഇവിടെ നിന്ന് താമസിക്കണം, ഭക്ഷണം വെച്ച് കഴിക്കുന്ന കിടന്നുറങ്ങുന്നൊക്കെ ഉണ്ട്. ഇവിടെ ഉത്സവമാണെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ 2 ഫ്ലക്സ് ഒക്കെ വെച്ചിരിക്കുന്നുണ്ട്. നീ ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നിട്ട് അവിടെ ഒരു അമ്പലം ഉണ്ടെന്ന് തോന്നുന്നു, അങ്ങോട്ട് പോകണം. ഇതാ അവിടെ ഒരു അമ്പലം കാണുന്നുണ്ട്, അങ്ങോട്ടൊന്ന് പോകണം. ഇവിടെ ഇങ്ങനെ ഇത് പണിതതിന് വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ മൊത്തം പാറകളാണ്. അപ്പോൾ പാറയ്ക്കും കല്ലിനും ക്ഷാമമൊന്നുമില്ല. അതുകൊണ്ടായിരിക്കണം ഇവിടെ ഇത്രയും വലിയ നിർമ്മിതികളൊക്കെ ഉണ്ടാക്കിയത്. ഇവിടെ ഉത്സവം നടക്കാൻ കേട്ടോ. ഫുള്ള് തിക്കും തിരക്കാണ് ഇവിടെ. പിന്നെ കുറേ സാധനങ്ങൾ വിൽക്കാനുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്, കച്ചവടക്കാര്. പിന്നെ അമ്പലത്തിന്റെ മുന്നിലൊരു രഥം തയ്യാറാക്കി വെച്ചിരിക്കുന്നു. രഥം തന്നെയല്ലേ അത്. ഇതാണ് അവിടെ ഉള്ളൊരു അമ്പലം വിരുപ്പാക്ഷ ടെമ്പിൾ ആണെന്ന് തോന്നുന്നു. എന്തായാലും അവിടേക്ക് പോയി നോക്കാം. അതിൻ്റെ സൈഡിലായിട്ട് കുറേ കൽമണ്ഡപങ്ങളുണ്ട്, അതിൻ്റെ ഒക്കെ ഒന്ന് വീഡിയോ എടുക്കാം. പണ്ട് കാലത്ത് അമ്പലങ്ങളൊക്കെ വളരെ പ്രസിദ്ധമാണ്. അതേപോലെ തന്നെ എല്ലാ ആൾക്കാരും കൂടുന്നത് അമ്പലത്തിലാണ്. അമ്പലത്തിൻ്റെ 2 വശത്തായിട്ട് ഇതേപോലെ കൽമണ്ഡപങ്ങളുണ്ട്. ഈ വശത്തുണ്ട്, അപ്പുറത്തെ വശത്തുണ്ട്. ഇതൊക്കെ എന്തിനു ഉപയോഗിച്ചിരുന്നതാണെന്നുള്ളത് എനിക്ക് വലിയ പിടിയില്ല. എന്തായാലും അമ്പലത്തേക്കൊന്ന് പോവാം. ഇവിടെ നല്ല തിക്കും തിരക്കുണ്ട് കേട്ടോ. പിന്നെ പല കച്ചവടക്കാര്. റൈസ് ബാത്ത് 50 രൂപ. ഇവിടെ ചെറിയൊരു കടയിൽ നിന്നാണ്. ഇതൊക്കെയാണ് ഇവിടെ. പ്രതീക്ഷയുണ്ടോ? അമ്പലത്തിലോടൊക്കെയുള്ള തേങ്ങകളൊക്കെ ഇവിടെ ഇങ്ങനെ നനച്ച് വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അമ്പലത്തില് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ഒരു അമ്പലത്തിൽ മാത്രമായിരിക്കും പൂജയൊക്കെ ഉണ്ടാകുന്നത്. ഇവിടെ വലിയൊരു രഥം ഉണ്ട് കേട്ടോ. അതിന് മുന്നിൽ വന്നിട്ട് ആൾക്കാർ എന്തൊക്കെയോ ചന്ദനത്തിരി കത്തിക്കുന്നുണ്ട്. അത് നമ്മൾ ബാഹുബലി സിനിമയിലൊക്കെ കാണുന്നില്ല, രഥം തള്ളിക്കൊണ്ടുവരുന്നത്. അങ്ങനത്തെ വലിയ രഥം, കൽപ്പാത്തി രഥോത്സവത്തിനൊക്കെ ഉള്ളത് അതേപോലത്തെ. അതാണ് അമ്പലത്തിന്റെ ഗോപുരം. അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കണം. ഇവിടെ വന്നിട്ട് തേങ്ങ ഉടക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ വിഘ്നങ്ങളൊക്കെ തീരും. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോവാം. ഇവിടെ ചെറിയൊരു രഥം കൂടി നിൽക്കുന്നുണ്ട്. ചെരുപ്പുകളൊക്കെ വെച്ചതിന് ശേഷമാണ്, ചെരുപ്പില്ലാതെ ബെയർ ഫൂട്ടായിട്ട് വേണം അമ്പലത്തിലേക്ക് പോകാൻ. ചെരുപ്പ് വെക്കുമ്പോൾ 2 രൂപയ്ക്ക് ചെരുപ്പ് അവിടെ വെക്കാന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ പൈസ മേടിച്ചില്ല. ഇനി തിരിച്ചു വരുമ്പോൾ പൈസ മേടിക്കുമായിരിക്കും. കൂടുതൽ മേടിക്കുമെന്ന് അറിയില്ല. എവിടെയും ഫോട്ടോഗ്രാഫി നിരോധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നത്. തോന്നുന്നത് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ആ ഒരു മാപ്പാണെന്ന് തോന്നുന്നു. ഇത് നല്ലൊരു പരിപാടിയുണ്ടോ. ഇവിടെ ഇങ്ങനെ ചവിട്ടി വെച്ചിട്ടുണ്ട്, നനച്ചിട്ട്. ഇല്ലെങ്കിൽ കാല് നല്ല രീതിയിൽ പൊള്ളിപ്പോയേനെ. ഇത് പൊട്ടുന്ന സാധനമല്ലേ. വലുതൊരെണ്ണം ഇവിടെ വെച്ചിട്ടുണ്ട്. അമ്പലത്തിൻ്റെ അകത്താണ്, ക്യൂല് നിൽക്കുകയാണ്. ഇവിടെ ഉത്സവമായ കാരണം ആനകളേൻ്റെയൊക്കെ കൊണ്ടുവന്ന് എഴുന്നള്ളിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ആനകൾ ഇവിടെ നിന്നതിൻ്റെ അവശിഷ്ടങ്ങളും ആനപ്പിണ്ടങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എന്തായാലും ഈ ഒരു കൽമണ്ഡപത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്നു പോകാൻ എന്തൊരു രസമാണ്. പുറത്ത് നല്ല ചൂടാണെങ്കിലും ഇതിൻ്റെ അകത്ത് നല്ല തണുവാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്കൊരു അത്ഭുതം കാണിച്ചു തരാം. പുറത്ത് കാണുന്ന വലിയ ഗോപുരത്തിൻ്റെ ഒരു പ്രതിബിംബം ഇവിടെ തല കീഴായിട്ട് പതിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അത് എന്താ പറയുക, ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഇനി സെർച്ച് ചെയ്ത് നോക്കണം. ശരിക്കും പറയണമെങ്കിൽ ആ ഒരു ഗോപുരത്തിൻ്റെ നിഴലല്ല കേട്ടോ, അതിൻ്റെ പ്രതിബിംബമാണുള്ളത്. അതായത് സൂര്യപ്രകാശം അതിന് മീത് തട്ടിയിട്ട് തിരിച്ചു വരുന്ന പ്രതിബിംബമാണ്. കാരണം നിഴലാണെന്നുണ്ടെങ്കിൽ സൂര്യൻ അപ്പുറത്തായിരിക്കണം. ഇത് നിഴലല്ല, ഒരിക്കലും പ്രതിബിംബമാണ് ഇവിടെ പതിക്കുന്നത്, അതും തല കീഴായിട്ട്. ഇത് പഴയ കാലത്ത് ഒരുപാട് പണി അറിയാവുന്ന ആൾക്കാർ പണിത ഗോപുരങ്ങളൊക്കെ അല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. ഇതേപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിനൊരു പ്രത്യേകത ഉണ്ടല്ലോ. അമ്പലത്തിൽ ഇവിടെ അന്നദാനം കൊടുക്കുന്നുണ്ട്. ഫുള്ള് ആൾക്കാരാണ്. അപ്പോൾ നിന്നിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് വേറൊരു അമ്പലത്തിൻ്റെ ഭാഗങ്ങളാണ്. നട്ടുച്ച നേരാണ്. ഇവിടെ നിൽക്കുമ്പോൾ കാല് പൊള്ളുന്നു. ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ എന്താ വെച്ചാൽ ആ ഒരു നിങ്ങളുടെ മണ്ഡപം അല്ല, ആ ഒരു ഗോപുരം കണ്ട, ആ ഗോപുരത്തിൻ്റെ തല തിരിഞ്ഞുള്ള ഒരു രൂപം ഇവിടെ ഒരു ഭാഗത്ത് പതിക്കുന്നുണ്ട്. നല്ലൊരു മാജിക്കാണ് കേട്ടോ. അത് ഞാൻ കുറേ നേരം കണ്ടു നിന്നു. ഞാൻ പറഞ്ഞ മാജിക്കല്ല, അതാ പണിത ആളുടെ കഴിവാണത്. ഇവിടെ ഇങ്ങനെ വേറെ അമ്പലത്തിൻ്റെ ഒക്കെ ഉള്ളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാല് പൊള്ളിക്കൊണ്ടിരിക്കുന്നു.
അമ്പലക്കുളത്തില് മീനുകളൊക്കെ ഉണ്ട്. എന്തായാലും കുറച്ചു നേരം വെയിലില് കനത്തപ്പം ഇങ്ങോട്ട് കയറുന്നതാണ്. കാലൊക്കെ ഇങ്ങനെ പൊള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാം. ഈ കുളത്തിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ ഫ്രണ്ടിലേക്ക് കടന്നു പോകണം. അപ്പോൾ മീനുകളൊക്കെ ഉണ്ട്. മീനുകൾ ചൂട് കായാൻ വേണ്ടിയിട്ട് തോന്നുന്നു പുറത്തേക്ക് വന്നിട്ടുണ്ട്. മീനും ആമയും ഉണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണിത് വെച്ചൊരു കുളം, മുഴുവനും കരിങ്കല്ല് കൊണ്ടാണ് അതിൻ്റെ സൈഡുകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ആളുകൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ആളുകൾക്കും കൂടി അവിടെ നിൽക്കുന്ന സ്ഥലം ഉണ്ടാവില്ല. അത് മാത്രമല്ല, കരിങ്കല്ലൊക്കെ ചിലപ്പോൾ പൊളിഞ്ഞ് വീണ് ആളുകൾക്ക് അപകടം വരും. അതുകൊണ്ടായിരിക്കും മിക്കവാറും ഇവിടേക്ക് പ്രവേശനം നിഷേധിച്ചിട്ടുണ്ടായിരിക്കുക. എന്തായാലും നല്ല ഭംഗിയുള്ളൊരു കുളമാണ്. അതെന്താണിത്? കുറേ ശില്പങ്ങളൊക്കെ ഇങ്ങനെ പാകി വെച്ചിട്ടുണ്ടല്ലോ. എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പാമ്പിൻ്റെ ഒക്കെ, പിന്നെ കുറേ വിഗ്രഹങ്ങളുടെ ഒക്കെ. വേറൊരു അമ്പലമുണ്ട്, അതൊന്ന് നോക്കിയിട്ട് വരാം. കാല് പൊള്ളുന്നു. അവിടെ അമ്പലം മാത്രമല്ല, അത് തുറന്നു വെച്ചിട്ട് വലിയ പൂജയൊന്നുമില്ല. ഈ ഗോപുരമാണ് കേട്ടോ അവിടെ അമ്പലത്തിനകത്ത് തല കീഴായിട്ട് കാണുന്നത്. എനിക്കത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായിട്ടില്ല. എനിക്ക് തോന്നുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് കാണുന്ന ആ ഒരു അവിടെ കാണുന്ന ഗോപുരം ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ അത് തല കീഴായി മറിയും എന്നാണ് തോന്നുന്നത്. സമയം 1:30 കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് നേരെ പോവാം. കുറെ കണ്ട് കാലൊക്കെ ചൂടില് പൊള്ളി. മൊത്തം കരിങ്കല്ലാണ് അവിടെയൊക്കെ. അങ്ങനെ വിരുപാക്ഷ ടെമ്പിൾ കണ്ടു വരുന്ന വഴിക്ക് ഞാനൊരു തൊപ്പി വാങ്ങി. എൻ്റെ കറുത്ത തൊപ്പി ട്രെയിനിൽ വെച്ചിട്ട് മിസ്സായിപ്പോയി. പളനിയിൽ നിന്ന് വാങ്ങിയ തൊപ്പിയായിരുന്നു. അതെ, നല്ല കംഫർട്ടായിരുന്നു ആ തൊപ്പി. ഇപ്പോൾ വേറൊരു ക്രീം കളർ തൊപ്പി വാങ്ങിയത്. ഇങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ ഉള്ള കാരണം ഇവിടെ വരുന്നവർക്ക് ഇവിടെയൊക്കെ സ്റ്റേ ചെയ്യാം. ഇങ്ങനെയൊക്കെ സ്റ്റേ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, അല്ലെങ്കിൽ ഇവിടെ റൂം എടുത്തിട്ടൊക്കെ താമസിക്കാം. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഹോം സ്റ്റേ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും നല്ല അടിപൊളി സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഞാൻ യാത്രയാവുന്നു. ഇനി അടുത്ത വേറെ ഏതോ ഒരു സ്ഥലം പേര് പറഞ്ഞു, മറന്നുപോയി. അവിടേക്ക് ഒന്ന് പോകണം. ആ കാണുന്നതാണ് വിരുപാക്ഷ ടെമ്പിൾ. ആ ടെമ്പിളിൻ്റെ മുന്നിൽ കൂടെയുള്ള റോഡാണിത്. ഈ റോഡിൻ്റെ ഇരുവശത്തും ഇതേപോലെ ഇങ്ങനെ കൽമണ്ഡപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പണ്ട് കാലത്തുള്ള രാജവീതിയായിരിക്കണത്. അപ്പോൾ ഇന്നിവിടെ ഇപ്പോൾ ആഘോഷമുള്ള കാരണം ഇവിടെ രണ്ട് വശത്തും കച്ചവടക്കാരിങ്ങനെ കയ്യേറിയിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിലൊക്കെ ആൾക്കാർ വീടൊക്കെ ഇട്ട് താമസിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ തുണി കൊണ്ടൊക്കെ മറച്ചിട്ടൊക്കെ ഉണ്ട്. ഞാൻ പോകുന്നത് അതിൻ്റെ ആ ഭാഗത്തേക്കാണ്. അവിടെ എന്തൊക്കെയോ ഉണ്ടെന്ന് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടിട്ട് അങ്ങോട്ട് പോവുകയാണ്. എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് തമ്പുരാനറിയാം. ഇപ്പം ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഹംപി ബസാർ എന്ന് പറയുന്ന സ്ഥലത്തിൽ കൂടെയാണ്. അതായത് വിരുപാക്ഷ ക്ഷേത്രത്തിന്റെ മുന്നിൽ കൂടെയുള്ള ആ ഒരു വഴി. അതിന്റെ രണ്ട് വശത്ത് അപ്പുറത്തും ഇപ്പുറത്തായിട്ട് ചന്തകളുടെ ആ ഒരു ഇത് തന്നെയാണുള്ളത്. ഇപ്പോൾ ഉപയോഗശൂന്യമായി കിടക്കുന്നു. ഇപ്പോൾ അവിടെ വന്നിരിക്കുന്ന ആൾക്കാർ താമസിക്കുന്ന ഒരിടായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ 50 രൂപ നോട്ടിൽ കാണുന്ന ഒരു രഥത്തിന്റെ ചിത്രം ഉണ്ടല്ലോ, അത് ഇവിടെ തന്നെയാണുള്ളത്. ഞാൻ അങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ നടന്നില്ല. ഞാൻ പോലീസുകാരോട് അടക്കം വഴി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർ തെറ്റായി വഴി പറഞ്ഞെന്ന കാരണം ഞാൻ വേറെ വഴി കൂടെ പോയി. അങ്ങനെ ചെറിയൊരു പണി കിട്ടി എനിക്ക്. ചരിത്രം അറിയാതെ ഇവിടെ വരുന്നവർക്ക് ഇതൊക്കെ വെറും കൽത്തൂണുകളും ഒരു അവശിഷ്ടങ്ങളും മാത്രമാണ്. പക്ഷെ ചരിത്രം അറിഞ്ഞു വരുന്നവർക്ക് ഇതൊരു അത്ഭുതമാണ്. ഹംപിയിലിവിടെ പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ട് കേട്ടോ. ഹോസ്പിറ്റൽ സബ് ഡിവിഷനാണ്. ഇവിടെ ഇങ്ങനെ ആൾക്കാരൊന്നും ഇല്ലാതിരുന്നെങ്കിലോ ഇത് നല്ല രസമായിരിക്കുമല്ലേ. ഇത് മൊത്തം ആളും ബഹളൊക്കെ ആയിട്ട്. ചിലപ്പോൾ ഒരു ഫെസ്റ്റിവൽ കഴിഞ്ഞ് ചിലപ്പോൾ തിരിച്ച് പോകുമായിരിക്കും, അറിയില്ല. അവിടെ നന്ദികേശൻ്റെ വലിയൊരു പ്രതിമ ഉണ്ട് കേട്ടോ. അപ്പം അതൊന്ന് കാണാം. ഇവിടെ മൊത്തം വലിയ വലിയ കല്ലുകളാണ്. ഈ കല്ലുകളെല്ലാം കൊത്തി മുറിച്ചെടുത്തിട്ടാണ് അവർ അമ്പലം അങ്ങനെ പണിതിരിക്കുന്നത്. ഒറ്റ കല്ലിൽ പണിതെടുത്ത നന്ദികേശൻ്റെ വലിയ പ്രതിമ. ഈ നന്ദികേശൻ്റെ ഈ പ്രതിമ കണ്ടാൽ തന്നെ നമുക്കറിയാം, അതായത് വേറൊരു സ്ഥലത്ത് വിഗ്രഹം ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചതല്ല. ഇവിടുത്തെ ഉള്ള കല്ലിൻ്റെ മീതെ തന്നെ നന്ദി വിഗ്രഹം ഇതാണ്. അതങ്ങനെ തന്നെയാണ്. എന്നിട്ട് പിന്നെ ഈ കാണുന്ന മണ്ഡപമൊക്കെ സെപ്പറേറ്റ് മണതാണ്. ഈ നന്ദി വിഗ്രഹത്തിൻ്റെ ഈ ഒരു ശില ഇവിടെ തന്നെ നിലനിൽക്കുന്നതാണ്. ഇതേപോലെ ഒരു കല്ല് കണ്ടെത്തുന്ന അത് പണിയാനും ഒരു
ഇതേപോലെ ഒരു കല്ല് നേരെ ഭഗവാന്റെ നേരെ മുന്നിലായിട്ട് തന്നെ കിട്ടാനും അത് എന്താ ഒരു ഭാഗ്യം നല്ല എന്താ പറയാല്ലേ, നേരെ ഭഗവാന്റെ മുന്നിൽ തന്നെ അതേപോലെ ഒരു കല്ല്, അതിൽ നന്ദിയുടെ വിഗ്രഹം പണിത്. ഈ നന്ദിയുടെ ഈ ഒരു പ്രതിമയ്ക്ക് പറയുന്ന ഇവിടെ യെഡൂരു ബസവണ്ണ എന്നാണ്, മോണോലിത്തിക് ബുൾ. അവിടെ വേറൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, അങ്ങോട്ടും പോവാ. ഇവിടെ 3 ടെമ്പിളിൻ്റെ കാണിച്ചിട്ടുണ്ട്. വിത്തല ടെമ്പിൾ അങ്ങോട്ട്, വിരുപ്പാക്ഷ ടെമ്പിൾ ഇങ്ങോട്ട്, അച്യുതരായ ടെമ്പിൾ അങ്ങോട്ട്. എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇവിടെ അങ്ങനെ കുറച്ച് ഉയരത്തിൽ കയറി നോക്കുമ്പോൾ ഈ ഒരു മാർക്കറ്റിൻ്റെ അമ്പലത്തിൻ്റെ ഗോപുരം നല്ല ഭംഗിയിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഞാനിവിടെ നിന്ന് കയറ്റം കയറി പോവാണ്. സമയം ഉച്ചയ്ക്ക് ഒരു 1:30 മണി കഴിഞ്ഞിട്ടുണ്ട്. നല്ല ദാഹം ഉണ്ടായിരുന്നു, തണുത്ത വെള്ളം മേടിച്ച് കുടിച്ച് ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അമ്പലം ഉണ്ടെന്നാണ് മാപ്പിൽ കാണിക്കുന്നത്. അധികം ആൾക്കാരൊന്നും പിന്നെ അങ്ങോട്ട് കാണാതെ തന്നെ ഞാൻ പോത്താണ്. എല്ലാ സ്ഥലത്തും ഇതേപോലെ ഇങ്ങനെ മണ്ഡപങ്ങൾ, ആളുകൾക്ക് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് നല്ലൊരു കാര്യമാണ്.